ദൈവം നിനക്കാരാണ്? ദൈവം നിനക്കാരാണ്? ദൈവം നിൻ്റെ ആരാണ്? ദൈവം നമ്മുടെ പിതാവാണ്. എന്തുകൊണ്ടാണ് പിതാവായത്? നമ്മെ അവിടുന്ന് സൃഷ്ടിച്ചത് കൊണ്ടാണ്. അവിടുന്ന് നമ്മളെ സൃഷ്ടിച്ചു, അതുകൊണ്ട് ദൈവം നമ്മുടെ പിതാവായിട്ട് മാറി. അപ്പോൾ ആ ദൈവവുമായുള്ള നിൻ്റെ ബന്ധം, നിൻ്റെ വ്യക്തിപരമായ ബന്ധം എന്താണ്? ദൈവമായുള്ള ബന്ധം. നിങ്ങൾ പിതാവെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഫിലിസ്തീന് ധ്യാനം കൂടിയിട്ടുള്ളവരെ വ്യക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. ദൈവം പിതാവാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇവിടെ വ്യക്തമായി ഓരോ ആത്മാവിൽ വേണ്ടി ധ്യാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ബോധ്യപ്പെട്ടുള്ള അറിവുള്ള അനേകം മക്കളുണ്ട്. ആ ഒരു ബന്ധത്തിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ആ പിതാവ് ആരാണ്? ആദ്യമായിട്ട് വന്നവരും ചിന്തിക്കണം, ആദ്യം കൂടുന്നവരും ചിന്തിക്കണം. ദൈവമെന്ന് പറയുമ്പോൾ ആ ദൈവം ആരാണ് യഥാർത്ഥത്തിൽ? എല്ലാവരും ദൈവം എന്ന് പറയും. എല്ലാ ജാതി മതസ്ഥരും പറയുന്ന വാക്കാണ് ദൈവം. പക്ഷേ ആ ദൈവമായ കർത്താവ് നമ്മളെ പരിചയപ്പെടുന്ന മറ്റൊരു വാക്കിലാണ് ഞാൻ. എന്നറിയാമോ? അവിടുന്ന് മോശയോട് പറഞ്ഞു, ഓരോ പ്രവാചകന്മാരും പറയുന്നൊരു തന്നെ പരിചയപ്പെടുന്നൊരു രീതിയുണ്ട്. എല്ലാവരും ദൈവം എന്ന് പറയും, പക്ഷെ നമ്മുടെ ദൈവം അറിയപ്പെടുന്നത് കർത്താവായ ദൈവം എന്ന പേരിലാണ്. നമ്മൾ തിരുവചനത്തിൽ കേൾക്കുകയാണ്, നാം പിതാവെന്ന് പറയുന്ന ദൈവം ആരാണ്, എന്താണ്? യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 4 അധ്യായം 7 മുതൽ തിരുവചനം. 1 John 4:7 ഓൺവേഴ്സ്. 1 യോഹന്നാൻ 4:7 മുതൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. തൻ്റെ ഏകപുത്രനെ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ദൈവം സ്നേഹമാണ്. ആണ് ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുക. സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ദൈവം. സ്നേഹത്തിൻ്റെ ശക്തിയാണ് ദൈവം. സ്നേഹത്തിൻ്റെ ജ്വലനമാണ് ദൈവം. സ്നേഹത്തിൻ്റെ എല്ലാം അത് ദൈവമാണ്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ, അനേകരുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്രയോ പേര് പറയാറുണ്ട്, ദൈവം ക്രൂരനാണ്, ദൈവം, ഞാൻ ആ വാക്കുകൾ പറയുന്നില്ല, കാരണം ഇവിടെ പറയാൻ പാടുള്ള വാക്കുകൾ, അനേകം മോശമായ വിപരീതങ്ങളായ വാക്കുകൾ എത്രയോ പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തെ നിഷേധിച്ചുകൊണ്ട് അത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ അനുഭവിച്ചതായ ദുരിതങ്ങളും കഷ്ടപ്പാടിലും നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ദൈവം എല്ലാം നെഗറ്റീവാണ്. ഞാൻ ഒറ്റ വാക്കിയാണ് പറഞ്ഞു, ക്രൂരൻ എന്ന വാക്ക് പറഞ്ഞു, അനേകം പേര് പറഞ്ഞ വാക്കാണ്. അപ്പോൾ അതിനോട് അനുബന്ധമായി മറ്റനേകം വാക്കുകളുണ്ട്, പക്ഷേ ഈ വേദി ഞാനത് പറയില്ലെന്നാണ് പറഞ്ഞു. അപ്പോൾ അത് മനുഷ്യൻ ദൈവത്തെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ദൈവം ദൈവം സ്നേഹമാണ്. എന്നിട്ട് പറഞ്ഞേ, ദൈവം സ്നേഹമാണ്. ഇവിടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞേ, ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പിതാവ്, എൻ്റെ ദൈവം സ്നേഹമാണ്. അവിടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ആ സ്നേഹിക്കുന്നവനായ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ പിതാവിനെ നീ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ദൈവസ്നേഹത്തിൻ്റെ നീളവും ആഴവും വീതിയും പരപ്പും പൗലോസ് പറയുന്ന പോലെ നീ ജീവിതത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ദൈവം പിതാവാന്ന് നിങ്ങൾ പറഞ്ഞു, ആണെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, നമ്മൾ കേട്ട വചനമാണ്. അപ്പോൾ ആ ഒറ്റ വാക്കിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. എത്ര നല്ലവനെന്ന് യു ടേസ്റ്റ്. ഇപ്പോൾ ദൈവം അത്രയും നല്ലവനാണെന്ന് നമ്മളെ വചനം പഠിപ്പിക്കുക. പക്ഷെ നമ്മളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനേകം പ്രശ്നങ്ങളും തകർച്ചകളും, നമ്മൾ പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടാതെ പോയതും നിരാശപ്പെട്ടതും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്
എന്തുപറ്റി? ഒരുപക്ഷെ അപ്പൻ വീട്ടിൽ മദ്യപാനിയോ കലഹപ്രിയനോ ഒക്കെയാണ്, വീട്ടിൽ അമ്മയെ തല്ലുന്നു, മക്കളെ തല്ലുന്നു ഭയങ്കരമായിട്ട്. അപ്പോൾ അപ്പനോട് വെറുപ്പാണ്. അപ്പനോട് വെറുപ്പായതുകൊണ്ട് ദൈവത്തോട് വെറുപ്പാണ്. അങ്ങനെയുള്ള അനേകം ആൾക്കാരുണ്ട്. അപ്പൻ്റെ ക്രൂരത നിമിത്തം, അപ്പൻ്റെ ഓരോ രീതിയിലുള്ള മക്കളോടുള്ള പീഡനങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ നിമിത്തം അപ്പനെ വെറുക്കുന്നു. അപ്പോൾ ആ അപ്പനോടുള്ള വെറുപ്പ്, ദൈവത്തോടുള്ള വെറുപ്പാണ് അനേക ഹൃദയങ്ങളിൽ. ആ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല അങ്ങനെ കിടക്കുമ്പോൾ. ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും മനുഷ്യനല്ല. ദൈവം ഒരിക്കലും നിൻ്റെ അപ്പൻ്റെ സ്വഭാവത്തിൽപ്പെട്ടവനല്ല, അമ്മയുടെ സ്വഭാവത്തിൽപ്പെട്ടവനല്ല. അവിടുന്ന് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. പക്ഷേ അപ്പനോ അമ്മയോ അവരെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള തകർച്ചകൾ, അവരായിരുന്ന ജീവിത സാഹചര്യങ്ങൾ, അവരെ വന്നു വീണ പൈശാചിക പീഡകൾ നിമിത്തം സുബോധമില്ലാത്തവരെ പോലെ അവർ പെരുമാറി നിങ്ങളെ തകർത്തിട്ടുണ്ട്, മുറിപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ വെറുക്കേണ്ടത് ആരെയും അല്ല. അവരവരുടെ ബലഹീനതയിൽ അവരാക്രമിക്കപ്പെട്ടപ്പോൾ അവർ തിന്മ ചെയ്തു. അത് അവരുടെ കുറ്റമെന്ന് ഞാൻ പറയില്ല. അപ്പൻ മദ്യപാനിയായി മാറിയത് അപ്പൻ്റെ കുറ്റം ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനേകം, അവിടെ ചെറുപ്പകാലം മുതൽ അയാൾക്ക് കിട്ടിയ തലമുറയിൽ വന്നു വീണ പാപത്തിൻ്റെ സ്വാധീന നിമിത്തം അയാൾ മദ്യപാനത്തിന് ഉടമയായി വ്യഭിചാരം ചെയ്യാൻ പോയി കാണും, മോഷിക്കാൻ പല പല തിന്മ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം കാരണം ആ വ്യക്തിയിൽ വീണ് കിടന്ന വിത്താണ്, പാപത്തിൻ്റെ വിത്താണ്, ആർക്കും മാറ്റാൻ പറ്റാത്ത വണ്ണം. അതൊരിക്കലും ആ മനുഷ്യൻ്റെ കുറ്റം ഞാൻ പറയില്ല. അയാൾ ഭരിച്ച തിന്മ, പൈശാചിക ശക്തികൾ അയാൾ അടിപൊളി നശിപ്പിക്കുകയാണ്. എന്നാൽ ദൈവം, ഇതൊന്നും ഈ ഒരു കുറവില്ലാത്തൊരു ദൈവം നമുക്കുണ്ട്. പിതാവായ ദൈവം, സ്നേഹം മാത്രമായൊരു ദൈവം, മക്കളുടെ സ്നേഹത്തിനുവേണ്ടി കൊതിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണം. നമുക്ക് വേണ്ടുന്ന ആ സ്നേഹം ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ദൈവം സ്നേഹമാണ്. ഒരു വചനമുണ്ട് ജെറമ്യായുടെ പുസ്തകത്തിൽ, ജെറമ്യ 3:19, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ, നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. രണ്ട് കാര്യം കർത്താവ് പറയുകയാണ്, എൻ്റെ മക്കളുടെ കൂടെ പാർപ്പിക്കാൻ മാത്രമല്ല സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം, മറ്റെല്ലാ മനുഷ്യരെക്കാളും ഉന്നതമായ ഉപരിയായ ഒരു അനുഗ്രഹം നിനക്ക് നൽകുവാൻ ഞാൻ എത്രമാത്രം ഞാൻ ആഗ്രഹിച്ചു. ഇത് പറയാണ്, നീ എന്നെ എൻ്റെ പിതാവ് എന്ന് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, നീ എൻ്റെ വഴി ഉപേക്ഷിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ നീ എന്നെ അറിഞ്ഞില്ല. നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എത്രയോ അനുഗ്രഹങ്ങളാണ്. ഒരപ്പൻ മക്കളുടെ സ്നേഹത്തിൻ്റെ കൊതിക്കുന്ന ഒരപ്പനാണ് നമുക്കുള്ളത്. എൻ്റെ പിതാവെ നീ എന്നെ വിളിക്കാൻ അവിടുന്ന് കാത്തിരിക്കുകയാണ്. ദൈവമേ എന്ന് വിളിക്കുന്നതല്ല, അപ്പായെന്ന് വിളിക്കുന്ന കേൾക്കാൻ, പിതാവേ എന്ന് വിളിക്കുന്ന കേൾക്കാൻ അവിടുത്തെ കാതുകൾ തകത്തോടെ കാത്തു നിൽക്കുകയാണ്. കാരണം ഈ ഭൂമിയിൽ എത്രമാത്രം കോടിക്കണക്കിന് മനുഷ്യരെ അവിടെ ജനിപ്പിച്ചിട്ട്, ജന്മം കൊടുത്തിട്ട് ആ ദൈവത്തെ അറിയുന്നവർ എത്ര പേരുണ്ട് ലോകത്തിൽ? ജെറമ്യയുടെ പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം, കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എന്നിട്ട് പറഞ്ഞ് കർത്താവിനോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അപ്പം നോക്കണമേ, കർത്താവ് ദൈവം പറയുകയാണ്, നിനക്ക് നിന്നെ നിൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ജനിപ്പിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടു, നിന്നെ അറിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കണ്ടവനാണ് നമ്മുടെ പിതാവ്. ഹല്ലേലൂയ. അമ്മയെ അപ്പനെ അറിയുന്നതിന് മുമ്പ്, എത്രയോ കാലം മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞവനാണ്. ദൈവം എപ്പോഴായിരിക്കും നമ്മളെ കണ്ടതെന്നറിയാമോ? അവിടുന്ന് പറഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ കണ്ടു, നിന്നെ അറിഞ്ഞു. എപ്പോഴായിരിക്കും നമ്മളെ കണ്ടെന്നറിയാമോ? നമ്മളെയൊക്കെ ദൈവം കണ്ടത് ആദ്യം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മളെ കണ്ടു. എപ്പോഴാണെന്നറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തിരിച്ചു വരണം. ബുക്ക് ഓഫ് ജനസിസ്, ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം, ചാപ്റ്റർ 1 വേഴ്സ് 26, 1:26, ഉൽപ്പത്തി 1:26 മുതലുള്ള വചനമാണ്. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും
നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഇത് കർത്താവ് ദൈവം പറയണം, സൃഷ്ടിക്കുന്ന ദൈവം പറയുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. പിതാവ് പറയുകയാണ്, ഇതാരോടാ പറയുന്നത്? ഇപ്പം നമുക്കെന്നാണ് പറഞ്ഞത്. ആരൊക്കെ ഉണ്ടാവും ഇവിടെ? അത് പുത്രൻ അവതരിച്ചിട്ടില്ല. പക്ഷേ ആരാ പിതാവിനോടത്തിലുള്ളത്? പുത്രൻ അവതരിച്ചിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് പുത്രൻ എവിടെയായിരുന്നു? പിതാവിന് കൂടെ ഉണ്ടായിരുന്നു. ഏത് രൂപത്തിലുണ്ടായിരുന്നത്? വചനമായിട്ട് പുത്രൻ പിതാവിന് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവ് ഒരാളുകൂടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ! എത്ര വേഗത്തിലെ ഉത്തരം വന്നു നോക്കിയേ. അതെ, പിതാവിനോട് 3 പേരുണ്ടായിരുന്നു. പുത്രനായ യേശു, വചനമായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം, ജ്ഞാനം. ഈ ജ്ഞാനത്തെക്കുറിച്ച് ലോകത്തിന് അറിവില്ലാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ ആ ഒരു മേഖല മൂടപ്പെട്ട് കിടക്കുന്നത്. നിങ്ങളോട് പറയാൻ എൻ്റെ ആത്മാവിൽ എനിക്ക് വന്നൊരു കാര്യമുണ്ടായിരുന്നു. അതായത്, ഈ വചനമായ യേശു ക്രിസ്തു കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ മാംസം ധരിച്ചു, അല്ലേ? വചനം മാംസം ധരിച്ചു, യേശു ക്രിസ്തു മനുഷ്യനായി യേശു ജനിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ വചനം പിതാവിന് കൂടി ആയിരുന്നു. വചനം, അതാണ് യോഹന്നാൻ 1 പറഞ്ഞ, ദൈവം ആദിയിൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനമാണ് ഗബ്രിയേൽ ദൂതൻ കന്യാമറിയത്തോട് വന്ന് വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് മംഗളവാർത്ത അറിയിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ കന്യാമറിയം ചോദിച്ചു, എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉത്തരം വന്നു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിന്റെ മേൽ അത്യുന്ന ശക്തി ആവശ്യിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തെ വിളിക്കപ്പെടും. അപ്പോൾ മറിയം പറയണം, ആമേൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കിൽ നിറവേറട്ടെ. കന്യാമറിയം, അവരുടെ പരിശുദ്ധ അമ്മ, ആ വചനം സ്വീകരിച്ച നിമിഷത്തിൽ അവൾ ശിരസ്സ് നമിച്ചുകൊണ്ട് ആ നിമിഷം സ്വീകരിച്ചപ്പോൾ തന്നെ, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വരികയാണ്. കടന്നു വന്ന് മറിയത്തിൽ ആവശ്യിക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൽ ആവശ്യിക്കുന്നു പരിശുദ്ധാത്മാവും അത്യുന്നതൻ്റെ ശക്തിയും. അപ്പോൾ അങ്ങനെയാണ് യേശു ക്രിസ്തു കന്യാമറിയത്തിൽ ഉത്തരത്തിൽ ജനിക്കുന്നത്. വചനം ഇവിടെ മാംസം ധരിക്കപ്പെട്ടു. ഇതിന് സമാനമായ രീതിയിൽ നമ്മൾ ഉത്തരം കണ്ടെത്തണം. പരിശുദ്ധ കന്യാമറിയം ആരാണ്? ഒരു വേറൊരു സബ്ജക്റ്റായിട്ട് പറയേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോൾ ഓർമ്മയിൽ വന്നപ്പോൾ അതുകൂടി നിങ്ങൾക്ക് പകർന്നു തരികയാണ്. പരിശുദ്ധ കന്യാമറിയം ഒരു ലോകത്തിലെ സാധാരണ സ്ത്രീ ആണ് എങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിന് അവിടെ ജനിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ഔവയുടെ പാപത്തിൻ്റെ എല്ലാ ഭാരങ്ങളും ശാപങ്ങളും തലമുറകളായിട്ട് സകല സ്ത്രീകളുടെ മേലുണ്ടായിരുന്നു. ഔവയാണ് പാപത്തിലേക്ക് ആദ്യത്തെ കൊണ്ടുപോകുന്നത്. ഔവയാണ് ദൈവത്തിൻ്റെ വാക്ക് ശ്രദ്ധിക്കാതെ സർപ്പത്തോട് സംസാരിച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത്. അങ്ങനെ അവൾ ശാപപേരുകളായിട്ട് മാറി. പക്ഷെ അവളെ ദൈവം ശപിക്കുന്നില്ല, ആദത്തിലാണ് ശപിച്ചത്. ആ ആദത്തിലൂടെയാണ് ഔവയോട് പറയുന്നത്, നീ കഷ്ടപ്പാട് ദുരിതനക്കുണ്ടാവും, നീ ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ നിനക്ക് വേദനയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഔവയോട് പറയുന്നു. പക്ഷെ അവിടെ ഔവയാണ് വാസ്തവത്തിൽ ഈ പാപത്തിൻ്റെ കാരണക്കാരി. അന്ന് സാത്താൻ്റെ സ്വരം കേട്ട് ഔവയുടെ മേൽ വന്നു വീണ ആ പുരാതന സർപ്പത്തിൻ്റെ സ്വാധീനം അവിടെ നിങ്ങോട്ട് യേശുവിൻ്റെ കാലം വരെയും സകല സ്ത്രീകളുടെ മേലുണ്ടായിരുന്നു. എല്ലാ സ്ത്രീകളുടെ മേലും ആ സ്വാധീനം വന്നു. അതിലൂടെ പുരുഷന്മാരുടെ മേലും വന്നു, കുടുംബങ്ങളുടെ മേൽ വന്നു, ആധിപത്യങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഒരൊറ്റ സ്ത്രീയിലെ ഉദരത്തിൽ ജനിക്കുവാൻ യേശുവിന് സാധിക്കുമായിരുന്നില്ല, മനുഷ്യന് ജനിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ അമ്മയിലുള്ളതെല്ലാം ഒരു കുഞ്ഞിലേക്ക് സ്വാഭാവികമായി പകരപ്പെടും. നമുക്കറിയാം, അമ്മയുടെ പുക്കിൽ കൂടി ബന്ധത്തിലൂടെ എല്ലാം, അമ്മയുടെ രക്തത്തിലൂടെ എല്ലാം ആ കുഞ്ഞിലേക്ക് പകരപ്പെടുന്നു. ഒപ്പം തന്നെ അമ്മയിലൂടെ കുഞ്ഞിലേക്ക് പകരപ്പെടുന്ന ആ ജീവനിലേക്ക്, ജീവശ്വാസത്തിലേക്ക് എല്ലാം പകരപ്പെടും. ഒരിക്കലും അവിടെ യേശുവിനെ പിറക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു മനുഷ്യനും യേശുവിനെ പിറക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഒരു സ്ത്രീക്കും യേശുവിന് ജന്മം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല.
ദൈവം ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു, അവളെ ഒത്തിരി കൃപകൾ കൊണ്ട് നിറച്ച് അവളെ യേശുവിനെ അമ്മയാക്കി മാറ്റിയെന്നൊക്കെയാണ് ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. വലിയ തെറ്റാണ്. ലോകത്തിൽ ഒരു സ്ത്രീക്കും പറ്റുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ദൈവം എന്താ ചെയ്തത്? തന്നോട് കൂടി ആയിരുന്ന ജ്ഞാനത്തെ, എങ്ങനെ വചനത്തെ മാംസം ധരിപ്പിച്ചുവോ അതേപോലെ ജ്ഞാനവും ആത്മാവാണ്. ജ്ഞാനത്തിനും വലിയ ശക്തിയുണ്ട്, ജ്ഞാനത്തിനും എവിടെയും പോകാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. ആ ജ്ഞാനത്തെ, അതിനൊരു അംശം ഇതാ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അന്ന എന്ന സ്ത്രീയുടെ ഗർഭത്തിൽ ആ ജ്ഞാനം മാംസം ധരിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയാണെങ്കിൽ അന്നയിൽ ഉണ്ടായിരുന്നില്ലേ ഈ തലമുറയുടെ സ്വാധീനം? അതാണ് നമ്മൾ പിന്നെ വചനം പഠിക്കാൻ നമുക്ക് ജ്ഞാനം 7 പറയുന്നുണ്ട്, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ഒരു തിന്മയും ജ്ഞാനത്തിനെതിരെ വരില്ല. ഒരു മാലിന്യത്തിന് വഴി പ്രവേശനമില്ല. അവിടെ അദ്ദേഹവചനം പറഞ്ഞിരിക്കുകയാണ്, ഒരു മാലിന്യത്തിന് വഴി പ്രവേശനമില്ല. ഒരു മലിനതയ്ക്കും ജ്ഞാനത്തിൽ പ്രവേശനമില്ല. അതായത് അന്നയുടെ ഗർഭത്തിൽ ജ്ഞാനം മാംസം ധരിക്കപ്പെട്ടപ്പോൾ അതൊരു തീക്കട്ട പോലെയായിരുന്നു. ആ ജ്ഞാനത്തെ തൊടാനായിട്ട് ഒരു തലമുറയ്ക്കും പറ്റുമായിരുന്നില്ല. കാരണം ജ്ഞാനമാണത്. ആ ജ്ഞാനത്തിൻ്റെ എതിരെ തിന്മ ബലപ്പെടുകയില്ലെന്ന് നിയമം ഉള്ളതുകൊണ്ട് ഒരു തിന്മയോ തൊട്ടില്ല. അങ്ങനെ പരിശുദ്ധ കന്യാമറിയം അന്ന എന്ന വിശുദ്ധ സ്ത്രീയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് ഒരു പെൺകുട്ടിയായി ഈ ഭൂമിയിൽ ജനിച്ചു വീണു. അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മറിയം. ഇപ്പം യേശുക്രിസ്തു വചനമാംസം ധരിക്കപ്പെട്ട് മനുഷ്യനെ അവതരിച്ചുവെങ്കിൽ, മറുവശത്ത് പരിശുദ്ധ കന്യാമറിയം ജ്ഞാനമാംസം ധരിക്കപ്പെട്ട് സ്ത്രീയായി പിറന്നു. ആ ജ്ഞാനമായ സ്ത്രീയുടെ ഗർഭത്തിലാണ് ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കപ്പെട്ടത്. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുന്നത്, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്ന എന്നെ മേൽ അവന് യാതൊരു അധികാരവുമില്ല. യോഹന്നാൻ 14 വായിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനാണ്. അവൻ എന്നെ മേൽ യാതൊരു അധികാരവുമില്ല. ഇത്രമാത്രം യേശു കറയറ്റും കുറ്റമറ്റവനുമായിരുന്നു. കാരണം യേശു പൂർണ്ണ ദൈവമായിട്ടാണ് ജനിക്കുന്നത്. പൂർണ്ണ മനുഷ്യൻ പൂർണ്ണ ദൈവമായിട്ടാണ് യേശു ജനിച്ചത്. അങ്ങനെ ജനിപ്പിക്കുവാൻ വേണ്ടി ദൈവം ജ്ഞാനത്തെ അയച്ചുകൊണ്ട്, ജ്ഞാനത്തെ ഒരു തുള്ളി വെള്ളം പോലെ, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി, ഒരു കണിക, അതാണ് അതിൻ്റെ ഗർഭത്തിൽ വന്ന് വീണത്. ആ ജ്ഞാനമാണ് മാംസം ധരിക്കപ്പെട്ട ഒരു കുഞ്ഞായി, ഒരു സ്ത്രീയായി മാറിയത്. ആ സ്ത്രീയായ മറിയത്തിൻ്റെ ഉദരത്തിലാണ് വചനം മാംസം ധരിക്കപ്പെട്ടത്. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ പദ്ധതികൾ എത്രയോ മനോഹരമായ രീതിയിലാണ് അവിടുന്ന് ഒരുക്കിയത്. ഈ ലോകത്തിൽ നിൽക്കുന്ന പിശാചിൻ്റെ ഒരു അംശം പോലും തൻ്റെ പദ്ധതി തൊടാതിരിക്കാൻ വേണ്ടി തൻ്റെ സ്വർഗത്തിൽ മയക്കപ്പെട്ട ദൈവത്തിൻ്റെ പുത്രനായ യേശുവും തൻ്റെ ജ്ഞാനമായ പരിശുദ്ധ മറിയവും, ആ 2 അഗ്നിക്കട്ടകൾ, അവരിലൂടെയാണ് ലോകത്തിലേക്ക് രക്ഷ കടന്നു വന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് പിതാവിനോട് കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് പിതാവ് ദൈവം പറയുന്നത്, നമുക്ക് നമ്മുടെ ഛായയിലും നമ്മുടെ സദസ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്നിട്ട് ദൈവം മനുഷ്യനെ അവിടുന്ന് പറയണം, എല്ലാറ്റിനും ആധിപത്യം കൊടുക്കാം, അധികാരം കൊടുക്കാം. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി 2:7 ഉൽപ്പത്തി 2:7 ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധങ്ങൾ നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. കർത്താവ് ദൈവം എവിടുന്ന മനുഷ്യൻ സൃഷ്ടിച്ചത്? ഭൂമിയിലെ പൂഴി കൊണ്ട്. എന്താ പൂഴി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? മണ്ണ്, പൊടിയാണ്. ഒരു മൂടൽമഞ്ഞം വന്ന് ഉയരുന്നു. മൂടൽമഞ്ഞ് ഭൂമിയെ മൂടി, അവരുടെ ഭൂമിയെ നനച്ചു. ആ പൊടി, ആ മണ്ണിൽ നിന്നാണ് ദൈവം ഒരു മൺരൂപം ഉണ്ടാക്കി, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപം ഉണ്ടാക്കി മനുഷ്യരൂപത്തിൽ. ആ ഉണ്ടാക്കിയ മൺരൂപത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ല, അത് വെറും ഒരു പ്രതിമയായിരുന്നു. ആ മൺരൂപത്തിന്, ആ പ്രതിമയുടെ മൂക്കിലേക്ക്, നാസാരന്ധങ്ങളിലേക്ക് കർത്താവ് ദൈവം എന്താണ് ഊതിയത്? ജീവശ്വാസം ഊതി. ജീവശ്വാസം, ദ ബ്രെത്ത് ഓഫ് ലൈഫ്, അതിലേക്ക് ഊതിക്കഴിഞ്ഞപ്പോൾ, അതായത് ദൈവത്തിൻ്റെ ആത്മാവാണത് ജീവശ്വാസം. ദൈവം ആത്മാവിനെ ഈ മൺരൂപത്തിലേക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ മൺരൂപത്തിന്, ഈ പ്രതിമയ്ക്ക് എന്ത് സംഭവിച്ചു? ജീവനുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ജീവനുണ്ടായി. അതാണ് ആദ്യത്തെ മനുഷ്യൻ. ആദ്യത്തെ മനുഷ്യൻ അതാണ്. വെറും ഒരു കളിമണ്ണ രൂപം. പക്ഷെ ആ കളിമണ്ണ ദൈവം തന്നെ ഇഷ്ടപ്പെട്ട ചായ കൊടുത്തു. തൻ്റെ ചായയല്ല, തനിക്ക് ഇഷ്ടപ്പെട്ട ചായ എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പടം കണ്ടിട്ടുണ്ടോ?
ഉണ്ടോ ഇല്ലയോ? തുറന്ന് പറയാം. കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. പല പള്ളിയുടെയൊക്കെ മുകളിൽ കാണാം ഇങ്ങനെ താടി മീശയൊക്കെ നീട്ടി വളർത്തി കഷ്ണത്തിലേക്കുള്ള ഒരു അപ്പൂപ്പൻ്റെ പടം കണ്ടിട്ടില്ലേ? ഒരു വശത്ത് ആ അപ്പൂപ്പൻ, മറുവശത്ത് യേശു ക്രിസ്തു, പരിശുദ്ധ കന്യാമരുടെ തലയിൽ കിരീടം വയ്ക്കുന്ന ഒരു ചിത്രം എത്രയോ പള്ളികളുണ്ട്. പണ്ടാരാണ്ട് സ്വർഗത്തിൽ പോയി ഫോട്ടോ എടുത്തതാണ്. പണ്ടാരാണ്ട് സ്വർഗത്തിൽ പോയി ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന ആ ഫോട്ടോ കൊണ്ട് ഭൂമി കൊടുത്തിട്ട് ഇതാ ദൈവം എന്ന് പറഞ്ഞു. ആ പടമാണ് പള്ളിയിലൊക്കെ വശിച്ചത്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ആരും ദൈവത്തെ കണ്ടിട്ട് മനുഷ്യൻ്റെ ഭാവനയിലുണ്ടായ ദൈവം അത്. ആ ദൈവമല്ലത്. ആ ദൈവത്തെ കളിയാക്കുന്നതാണ്. കാരണം ദൈവത്തിന് രൂപമില്ല. ദൈവം ആത്മാവാണ്. ദൈവം അരൂപിയാണ്. അവിടുത്തേക്ക് രൂപമില്ല. അവിടുത്തെ ഏത് രൂപം എടുക്കാൻ സാധിക്കും? അവിടുത്തെ മനുഷ്യനെ പോലെ അല്ല അവിടുന്ന്. നമ്മൾ അറിഞ്ഞിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:17 വ്യക്തമായിട്ട് യേശു അവിടെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ വായിച്ചു കേട്ടോ, 1 യോഹന്നാൻ 4:12 കേട്ടു, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടിട്ടില്ലാത്തൊരു ദൈവത്തിൻ്റെ പടം മനുഷ്യൻ വരച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അതൊരു ദൈവമല്ലത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദൈവം, ആത്മാവാ ദൈവം, താൻ ഉണ്ടാക്കി തനിക്ക് ഇഷ്ടപ്പെട്ട തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു വളരെ മനോഹരമായ ഒരു ബിംബം അവിടെ ഉണ്ടാക്കി, ഒരു മൺരൂപം ഉണ്ടാക്കി. എന്നിട്ട് ആ മൺരൂപത്തിൻ്റെ മൂക്കിലേക്ക് അവിടുന്ന് ഊതി, ജീവശ്വാസം ഊതി, ആത്മാവിനെ ഊതി. ആ ജീവശ്വാസം പ്രവേശിച്ചപ്പോൾ ആ മൺരൂപത്തിന് ജീവനുണ്ടായി. അതാണ് ഈശോ പറഞ്ഞ വചനം യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഏറ്റു പറഞ്ഞ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എന്നുകൂടെ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ ഈ മൺരൂപത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ കടന്നു വന്നതുകൊണ്ടാണ് അതിന് ജീവനുണ്ടായത്, ആദമായിട്ട് മാറിയത്. നമ്മളൊക്കെ ആദത്തിൻ്റെ മക്കളാണ്, അല്ലേ? അറിയാവോ? നമ്മളെല്ലാം ആദത്തിൻ്റെ മക്കളാണ്. നമ്മുടെ പൂർവ്വപിതാവ് ആദമാണ്. അപ്പോൾ കർത്താവ് ദൈവം അന്ന് ആദത്തിന് കൊടുത്ത ഛായയും സദൃശ്യത്തിൽ തന്നെയാണ് ഇന്നും മനുഷ്യർ ജനിക്കുന്നത്. അന്ന് ഒരാൾക്ക് ദൈവം കൊടുത്തു, തൻ്റെ ഛായ കൊടുത്തു, തൻ്റെ സദൃശ്യം കൊടുത്തു. അതേ ഛായ സദൃശ്യത്തിലാണ് ഇന്നും മനുഷ്യൻ ജനിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് കർത്താവായ ദൈവമാണ്. മനുഷ്യൻ കുരങ്ങ് രൂപാന്തരപ്പെട്ടുണ്ടായതല്ല. ഡാർവിൻ സിദ്ധാന്ത പ്രകാരം, അത് ഡാർവിൻ്റെ പിതാവിനെക്കുറിച്ച് ഡാർവിൻ പറഞ്ഞതാണ്. എൻ്റെ അപ്പൻ കുരങ്ങ് രൂപാന്തരപ്പെട്ടുണ്ടായതല്ല ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പൻ സുഹൃത്തിലെ പിതാവാണ്. ശവാസത്തിൻ്റെ കത്തോലിക്ക സഭയിൽ എത്രയോ സഭയിലുള്ള അധികാരികളൊക്കെ പഠിപ്പിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ കുരങ്ങ് രൂപാന്തരപ്പെട്ട മനുഷ്യൻ ഉണ്ടായെന്ന് പഠിപ്പിക്കുന്നു അനേകം ആൾക്കാർ, സഭയിലെ അധികാരികൾ. അത് ദൈവത്തിന് ദൈവ നിഷേധമാണത്. ഡാർവിൻ മനുഷ്യൻ അയാൾ പഠിപ്പിച്ചു, ആഫ്രിക്കയിലേക്കുള്ള പല ചിമ്പാൻസികളുള്ള പല കുരങ്ങുകൾ മനുഷ്യരുടെ സദൃശ്യം തന്നെ ഉണ്ട്, മനുഷ്യരെ പോലെ തന്നെ കാണുന്ന കുരങ്ങുകളുണ്ട്. അത് രൂപാന്തരപ്പെട്ടാണ് മനുഷ്യൻ എന്നുള്ള പഠനം വന്നപ്പോൾ അത് കണ്ണടച്ച് വിശ്വസിച്ചു കത്തോലിക്കാ സഭ. അത് തന്നെ ഞാൻ പറയുക. ഇന്നും പഠിപ്പിക്കുന്നവരുണ്ട്, വാദിക്കുന്നവരുണ്ട്. ലജ്ജിക്കും ചിലപ്പോൾ കേട്ടപ്പോഴൊക്കെ. ഒരിക്കലും ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, പറയാൻ പാടില്ലാത്ത ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ പോലും പറയുന്നത് മനുഷ്യനുണ്ടായത് അങ്ങനെയാണ്. പിന്നെ ദൈവം എവിടെ? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പ്രസക്തി എന്ത്? ഈ കുരങ്ങനെയും ഈ മൃഗങ്ങളൊക്കെ ആരാ സൃഷ്ടിച്ചത്? ഇതൊക്കെ തന്നെ ഉണ്ടായതാണോ? ഇന്ന് നമ്മുടെ ഈ ഭൂമി, ഈ പ്രപഞ്ചം ഈ അവസ്ഥയിൽ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനൊക്കെ ശാസ്ത്ര ഉത്തരങ്ങൾ പറയാനുണ്ട്. പല ഉത്തരങ്ങൾ അവർ പറയും. പക്ഷെ അതിനപ്പുറത്തൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ കരം താങ്ങുന്നതുകൊണ്ടാണ് ഇന്നും ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. എത്രയിടങ്ങളിൽ ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾ വരാം, ചുഴലിക്കാറ്റ് വരുന്നു, അല്ലെങ്കിൽ സുനാമി വരുന്നു, അല്ലെങ്കിൽ ഭൂമി കുലുങ്ങാൻ പോകുന്നത് കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അണക്കെട്ട് പൊട്ടാൻ പോകുന്നു. ഇന്ന് മാത്രം മനുഷ്യർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ ദൈവം അവിടെ മാറ്റിക്കൊടുക്കുക. നിനവെ നശിപ്പിക്കണമെന്ന് പറഞ്ഞു. യോനാ പ്രവാചകനോട് പറഞ്ഞു, നീ നിനവെ പ്രസംഗിക്കുക, ഇതാ 40 ദിവസത്തിൽ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു. യോനാ പോയില്ല, അവൻ ഒളിച്ചുപോയി, കപ്പലെ കയറിപ്പോയി. അവസാനം കടലിൽ ചെന്നതിന് കൊള്ളൊക്കെ ഉണ്ടായി. അവനെ എടുത്ത് കടലിൽ നിന്ന് പുറത്തെറിഞ്ഞു. തിമിംഗലം വിഴുങ്ങി. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും തിമിംഗലം കരയ്ക്ക് തുപ്പിയിട്ടു. അവൻ പിന്നെ പോയി പ്രസംഗിക്കാൻ പോയി. ജനങ്ങൾ, രാജാവ് മുതൽ ജനങ്ങൾ വരെ മനഃശാന്തരപ്പെട്ടു. കൊടുത്ത് ചാരം പൂശി അവരെ അനുദപിക്കാൻ തുടങ്ങി. ആ ജനം മനസ്സ് മാറ്റിയപ്പോൾ, പശ്ചാത്തലിച്ചപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റി, ദൈവം ശിക്ഷിക്കില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ് ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ്. എല്ലാറ്റും മുകളിൽ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരമാണ്, കരവേലയാണ് അത് മുഴുവൻ. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമായ കരവേലയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.